കണ്ട് നമ്മുടെ അൻവർക്കുണ്ട്, അതുപോലെ ബാബ ഹാജി, കുഞ്ഞുമോൻ ഹാജി, ഇതൊക്കെ നമ്മൾ ഉറൂസിൻ്റെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പായിട്ട് ബന്ധപ്പെട്ട് ചുമതലയുള്ള ആൾക്കാരാണ്. സാധാരണ നമ്മൾ 6 വർഷത്തോളം എന്താ പറയുക, ഒരു 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഈ മാസം 13-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് സാധാരണ ഒരു ഉറൂസും അതുപോലെ തന്നെ അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടത്തുന്നതോട് കൂടി തന്നെ ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി അത് കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE ചെയ്തിട്ടുണ്ട്. ഒരു ട്രസ്റ്റ് കോൺഫറൻസ് എന്നുള്ള പേരിൽ, കാരണം ഓരോ വർഷവും ഓരോ കോൺഫറൻസിൻ്റെ പേരിലായിരിക്കും ഇനി മർക്കസിൻ്റെ പരിപാടികൾ അറിയപ്പെടുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വർഷം നമ്മൾ മർക്കസിൻ്റെ ട്രസ്റ്റ് കോൺഫറൻസ്, നമുക്ക് നാട്ടിലെ സമൂഹത്തിന് പീസ്, സമാധാനം കൊടുക്കുക, അതുപോലെ പാവപ്പെട്ടവരെ കുറച്ചുകൂടി സപ്പോർട്ടീവിലാക്കിയിട്ട് കൊണ്ടുവരിക, അത്തരത്തിലുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കണക്കിലെടുത്തുകൊണ്ട് ട്രസ്റ്റ് കോൺഫറൻസ് എന്നുള്ള പേരിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതോടുകൂടി തന്നെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസും അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എന്തായാലും തീർച്ചയായിട്ടും കൺവീനർ ആയിട്ടുള്ള റഫീഖ് സാർ, മൂപ്പരാണ് ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ എൻ്റെ കോർഡിനേറ്ററും കൺവീനറൊക്കെ പുള്ളി തന്നെയാണ്. അപ്പം പുള്ളിയായിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ എന്തായാലും സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള കാരത്തൂരിൽ വെച്ചുകൊണ്ട് വർഷങ്ങളായി ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി അറിയപ്പെടുന്ന ഒരു പുണ്യ കേന്ദ്രമാണ് അജ്മീർ ദർഗാ ഷെരീഫ് എന്നുള്ളത്. ഇന്ത്യയുടെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറൂസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിപുലമായ രൂപത്തിൽ, അഥവാ അജ്മീർ ദർഗയിൽ അറബ് മാസപ്രകാരം റജബ് മാസം 1 മുതലാണ് ഇതിൻ്റെ ഉറൂസ് പ്രവർത്തനങ്ങൾ, പരിപാടികൾ ആരംഭിക്കാറുള്ളത്. അതേ ദിവസം തന്നെ, അതേപോലെ 6 വരെയാണ് അവിടുത്തെ പരിപാടികൾ നടക്കാറുള്ളത്. അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ തന്നെ ഏറ്റവും വിപുലമായ രൂപത്തിൽ നടത്തപ്പെടുന്ന ഒരു ഉറൂസാണ് കാരത്തൂർ നമ്മുടെ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ വെച്ചുകൊണ്ട് വരുന്ന 13-ാം തീയതി മുതൽ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. KG സെഷൻ മുതൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ ITI സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കോഴ്സുകൾ നൽകുന്ന ഭൗതികമായിട്ടുള്ളതും, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ബദരി ശരീഅത്ത് കോളേജ് ഉൾപ്പെടെ അഗതി അനാഥ മന്ദിരം, ഹിഫ്ദുൽ ഖുർആൻ കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു 34-ാം വാർഷിക സമ്മേളനം കൂടിയാണ് ഈ ജനുവരി 13 മുതൽ 18 കൂടിയ ദിവസങ്ങളിലായി നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രചാരണ ഭാഗമായിട്ടുള്ള മീഡിയ കോൺഫറൻസിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രചാരണത്തിൽ നിങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ ആവശ്യമാണ്. അതുപോലെ ഇതിലെ എല്ലാവിധ മത ജാതി ഭേദമന്യേ വ്യത്യാസമന്യേ എല്ലാ ജനങ്ങളെയും ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലേക്കും ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുമാണ്. 13-ാം തീയതി രാവിലെ 10 മണിക്ക് ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ ദർഗാ ഷെരീഫിൽ, അജ്മീർ ദർഗാ ഷെരീഫിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു പതാക കോഴിക്കോട് ഖാദി ഉയർത്തുന്നതോടു കൂടിയാണ് ഈ 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ അവിടെ തുടങ്ങുന്നത്. അന്നേ ദിവസത്തെ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ഉസ്താദ് കെ ആലിക്കുട്ടി മുസ്ലിയാർ അവറുകൾ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ മറ്റു ധാരാളം ആളുകൾ ആ പരിപാടിയിൽ സംബന്ധിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ വിവിധ രാഷ്ട്രീയ മതമേഖലയിലുള്ള ആളുകൾ സംബന്ധിക്കുന്ന പരിപാടിയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ അവിടെ സ്വലാത്ത് മജ്ലിസ്, അതുപോലെ തന്നെ ദിക്ർ ഹൽക്ക, ഖുർആൻ പഠനവേദി, മതപഠന ക്ലാസ്, അതുപോലെ ഖത്മുൽ ഖുർആൻ, മോട്ടിവേഷൻ ക്ലാസ്, അലുമിനി മീറ്റ്, അതുപോലെ തന്നെ അന്നദാനം, ഈ അജ്മീർ ഖാജയുടെ അനുസ്മരണ സമ്മേളനങ്ങൾ, ദുആ സമ്മേളനം തുടങ്ങിയ പരിപാടികളൊക്കെ അവിടെ നടക്കും. ഈ 15-ാം തീയതി നടക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സിന് ഇന്ന് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ചെയ്യുന്ന ഇതിൽ ഏറ്റവും ശ്രദ്ധേയനായി അറിയപ്പെടുന്ന ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന പ്രശസ്ത ഒരു വ്യക്തിത്വമാണ് അതിന് നേതൃത്വം നൽകുന്നത്. അന്നത്തെ പരിപാടി മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോഴത്തെ MLAയുമായിട്ടുള്ള KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ 16-ാം തീയതി വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള മുക്കം ഉമർ ഫൈസിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ, സമസ്തയുടെ ജനറൽ സെക്രട്ടറി, അത് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ ബഹുമാനപ്പെട്ട
PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ സാഹിബ് MP, മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, കുർക്കോളി മൊയ്തീൻ MLA, അതുപോലെ സമസ്ത മുഷാവറ അംഗം MP മുസ്തഫൽ ഫൈസി, അഡ്വക്കേറ്റ് K പത്മകുമാർ തുടങ്ങിയ ഒട്ടനവധി ആളുകൾ അതിൽ പങ്കെടുക്കുമ്പോൾ SYSൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള അബ്ദുസമദ് പൂക്കോട്ടൂർ, അതുപോലെ തന്നെ SKSFൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സത്താർ പന്തല്ലൂർ തുടങ്ങിയവരൊക്കെ പ്രഭാഷണവും നിർവഹിക്കും. 18-ാം തീയതി കാലത്ത് രാവിലെ 9 മണിക്ക് ആണ് അവിടെ മൗലിദ് സദസ്സ് നടക്കുന്നത്. അന്നൊരു 11 മണിയോടുകൂടി അതിൻ്റെ സമാപന സമ്മേളനം നടക്കുമ്പോൾ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുൾ റബ്ബ് സാഹിബ്, അതുപോലെ ഒട്ടനവധി ഉദ്യോഗ രംഗങ്ങളിലുള്ള ധാരാളം ആളുകൾ അതിൽ സംബന്ധിക്കും. അതോടനുബന്ധമായിട്ട് അവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകമായ പ്രാർത്ഥനാ സദസ്സിൽ ഒട്ടനവധി പണ്ഡിതന്മാരും സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് കാരത്തൂരിൽ നമുക്കറിയാം ഹസ്രത്ത് മുഹമ്മദ് മുഹിയുദ്ദീൻ ഷാ അവരുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ സമ്മേളനവും അവിടെ നടക്കും. അതിനോടനുബന്ധമായിട്ട് അവിടെ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ അവിടെ അന്നദാന വിതരണം വർഷങ്ങളായി നടക്കാറുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് അബ്ദുൽ നാസർ ശിഹാബുദ്ദീൻ തങ്ങൾ അവർ നിർവഹിക്കും. ഈ പരിപാടിയുടെയൊക്കെ ഒരു സന്ദേശം നിങ്ങൾ കൂടി പ്രചരണത്തിൽ പങ്കാളികളാവുകയും ഇത് കേൾക്കുന്ന എല്ലാവരും അതിലൊക്കെ സംബന്ധിക്കുകയും ചെയ്യണമെന്നാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന 10-ാം തീയതി ഇതിൻ്റെ ഒരു പ്രചാരണ ഭാഗമായിട്ടുള്ള ഒരു സന്ദേശയാത്ര ഷെയ്ഖ് ഫരീദ് ഔലിയാർ നഗറിൽ നിന്നും പുറപ്പെട്ടുകൊണ്ട് വെളിയങ്കോട് ഉമർ ഖാദിയുടെ മക്കാം സിയാറത്തോടു കൂടി ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി അന്നേ ദിവസം തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുകയും ചെയ്യുന്നതാണ്. ഇതിലൊക്കെ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ KK ജംഗ്ഷൻ പൊന്നാനിയിലും. 200 രൂപയുടെ ലാഭമേള, 5 രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും. ന്യൂ ബോൺ, കിഡ്സ് വെയർ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, ഫ്ലോർ മാറ്റ്, വിവിധ ഡിസൈനിലുള്ള കർട്ടൻ, ഫോട്ടോ ഫ്രെയിം, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ, ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ, ടെക്സ്റ്റൈൽസ്, ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഓരോ 500 രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ, വിശാലമായ പാർക്കിംഗ് ഏരിയ. 200 രൂപയുടെ ലാഭമേള, KK ജംഗ്ഷൻ, എടപ്പാൾ റോഡ്, പൊന്നാനി. ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം.